ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഫുഡാണെങ്കിലും ഇന്ന് ഞാൻ കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ജീരകശാല അല്ലെങ്കിൽ കൈമൻ്റെ അരി തന്നെ മേടിക്കാൻ നോക്കുക. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിൻ്റെ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുൻപ് തന്നെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇതേപോലെ വെള്ളം വാരാൻ വയ്ക്കാം. ഇനി ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റാണ്. അതേപോലെ തന്നെ ഒരു പകുതി സവാള ഇതേപോലെ ഞാൻ നല്ല കനം കുറഞ്ഞ അരിഞ്ഞതാണ് കേട്ടോ. അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ 1/4 കപ്പാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പട്ട 8 ഏലക്കായും 6 ഗ്രാമ്പും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന വരെ വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത ഒരു സവാളൻ്റെ പകുതി ഇതേപോലെ അരിഞ്ഞു കൊടുത്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വഴന്നു വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല പേസ്റ്റായി അരച്ചതാണ് കേട്ടോ, അതും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് നീളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് അരച്ചൊക്കെയാണ്, അങ്ങനെ ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഉള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരി എടുത്ത പാത്രത്തിൽ ആ അളവിൽ തന്നെ ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അരപാത്രം അതേ പാത്രത്തിൽ തന്നെ ഒരു അരപാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് നല്ല തിളച്ച് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിയും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് ഇപ്പോൾ കറക്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മൂടി വയ്ക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ചോറൊക്കെ നല്ലോണം അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയും കറിവേപ്പില മല്ലിയില അതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ടത് കാരണം ഇപ്പോൾ നമ്മളുടെ നെയ്ച്ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല.